താൻ പഠിപ്പിച്ചു തരണോ? നീ എന്താ കൊഞ്ച? പോയി പവർ ബ്ലൗസ് ഇടറി. ആരാതെ ഇവിടെ വാ. നീ എന്താ പേടിച്ചു പോയോ? രുക്മിണി, ഈ പ്രായത്തിൽ പെൺപിള്ളാര് ഇത്തരം കളസമൊക്കെ ഇട്ട് കാണാൻ ഒരു രസമാ. നീ എന്താ മോൻ തുറപ്പിച്ചിരിക്കുന്നത്? ചിരിക്കെ. ഹലോ ഹലോ, ഇത് ജൂനിയർ എഞ്ചിനീയർ അച്യുതൻകുട്ടിയുടെ വീടല്ലേ? അതെ. പിന്നെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ സുഖമാണോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ചുമ്മാ ചൂടാവാതെ അച്യുതൻകുട്ടി, കഴിയുന്നത്ര ചിരിക്കാൻ ശ്രമിക്കുക. അല്ല, നിങ്ങളുടെ ഭാര്യയും ആ 2 പെൺപിള്ളേരും എത്ര ഭംഗിയായിട്ടാ ചിരിക്കുന്നറിയോ? നിങ്ങൾ മാത്രം. Hello. You bloody idiot. അങ്കിളും ആന്റിയും അടുത്താഴ്ച വിശാഖപട്ടണത്തുള്ള മകന്റെ അടുത്തേക്ക് പോവും. മറ്റേത് വല്ലപ്പോഴും അവിടെ ചെന്നിരുന്ന് TV കാണാം, വല്ലതും വായിക്കാം, പിന്നെ കുറെ വർത്തമാനം പറയാം. അശ്വതിക്ക് വർത്തമാനം പറയുന്നത് ഇഷ്ടമാണ് അല്ലേ? വീട്ടിൽ സംസാരം തന്നെ റേഷനാ. ദേവിച്ച, ഒരു സസ്പെൻസ് പൊട്ടിക്കട്ടെ. അശ്വതി വർത്തമാനം പറയുന്നതിനേക്കാൾ നന്നായിട്ട് പാടും. അയ്യോ ഇല്ല, വല്ലപ്പോഴും ബാത്റൂമിൽ അറിയാതെന്ന് മൂളിപ്പോയാ അത് മതി അച്ഛന്. പ്രായമായ പെമ്പിള്ളേര് പാടാൻ പാടില്ല, TV കാണാൻ പാടില്ല, കഥാപുസ്തകം വായിക്കാൻ പാടില്ല എന്നൊക്കെ അച്ഛൻ പറയാറ്. അവിടെ ഞാൻ അശ്വതിയുടെ അച്ഛനെ എതിർക്കും. പാടുക എന്ന് പറയുന്നത് ദൈവികമായൊരു ഗിഫ്റ്റാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. പാടാൻ ആഗ്രഹിക്കുന്ന അശ്വതി, അതിന് അവസരമില്ല. പാട്ട് കേൾക്കാൻ ആഗ്രഹമുള്ള ഞങ്ങൾ 2 പേർ, അതിനും അവസരമില്ല. തൽക്കാലം എല്ലാം ഒത്തു വന്നിരിക്കുന്നു. ഒരു പാട്ടാകാം. അയ്യോ ഞാൻ പ്ലീസ് ഒരു 4 വരി. കാമാണ് അശ്വതി. കാളിന്തി തീരം തന്നിൽ നീവാവാ കായാമ്പൂവർണ്ണ കണ്ണ. എനിക്ക് ഇത്രേ അറിയുള്ളൂ. ഇപ്പൊ കാപ്പിയുണ്ട്. ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഈ പേനയ്ക്ക് വില വളരെ കുറവാണ്. എങ്കിലും എന്നെ മനസ്സറിഞ്ഞിരുന്നൊരു സമ്മാനമാണ്. അശ്വതിയിലെ പാട്ടുകാരിക്ക്. ജീവിതത്തിൽ എനിക്ക് ആദ്യമായി കിട്ടിയ സമ്മാനം. കഴിയുന്നത്ര നമ്മൾ ചെലവ് കുറയ്ക്കാൻ നോക്കുക. ഇപ്പൊ തന്നെ ഡോബിക്ക് 30 രൂപയായി. നമുക്ക് ആവതുണ്ടല്ലോ. ഗുഡ് ഈവനിങ് സർ. എന്താ? എന്റെ സിസ്റ്റർ സുജാത ക്ലാസ്സിലാ അശ്വതി പഠിക്കുന്നത്. ഇന്നലെ അശ്വതി വീട്ടിൽ വന്നപ്പോൾ റെക്കോർഡ് ബുക്ക് വെച്ച് ഉറന്നിച്ചു പോന്നു. മൺഡേ സബ്മിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അവളെ ഏൽപ്പിച്ചതാ കൊണ്ടുതരാൻ. അശ്വതി ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു? അതെ. അശ്വതിയോടെ? അവൾ ആന്റിയുടെ വീട്ടിൽ പോയിരിക്കുക. കാർത്തി, പോയി ചേച്ചി വിളിച്ചോണ്ടോ. എന്തിനാ അച്ചോട്ടാ? നമ്മുടെ മോള് പഠിച്ചു മിടുക്കിയാകാൻ പോകുന്നു. എന്താ? കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ല. ഇതിനു മുൻപ് അശ്വതി വീട്ടിൽ വന്നപ്പോ എടുത്തതാ. അതിന്റെ പ്രിൻസ് വേണമെന്ന് അശ്വതി പറഞ്ഞിരുന്നു. ഞാൻ കാറിന്ന് എടുക്കാൻ മറന്നുപോയതാ. അശ്വതി ഏൽപ്പിച്ചാ മതി. താങ്ക് യു.
ഇത് നമ്മുടെ മോള് തന്നെയല്ലേ? ഞാൻ ഇത്തരം വേഷമൊന്നും എന്റെ മുക്ക് വാങ്ങി കൊടുത്തിട്ടില്ല. അവള് കൂട്ടുകാരിയുടെ ഡ്രസ് ഇട്ട് എടുത്തതായിരിക്കും അച്ചോട്ടാ. അതിത്ര കാര്യമാക്കണോ? നീ ശബ്ദിക്കരുത്. എന്റെ മോൾ എന്നോട് കള്ളത്തരം കാണിക്കുന്നത് ഞാൻ സഹിക്കില്ല. ആ മോളെ, നിന്റെ ആ കെമിസ്ട്രി റെക്കോർഡിംഗ് എടുത്തേ. അച്ഛനൊന്ന് കാണാനാ. അച്ഛാ സബ്മിറ്റ് ചെയ്തിരിക്കുക പ്രൊഫസർക്ക് സൈൻ ചെയ്യാൻ. ഇതാണോ നോക്കൂ നിന്റെ റെക്കോർഡ്? കൊടുക്കടി. ആണോ? നീ ഇന്നലെ സുജയുടെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. എത്ര തവണ പോയിട്ടുണ്ട്? ഇന്നലെ മാത്രം. കമ്പൈൻ സ്റ്റഡിക്ക്. അപ്പൊ ഈ ഫോട്ടോകളൊക്കെ എന്നെ എടുത്തതാ? അത് ഇതിന് മുമ്പൊരിക്കൽ പോയപ്പോ. ഇതാരെടുത്തതാ? സുജ. ഇതോ? ഞാൻ. അപ്പൊ ഇതോ? സുജയുടെ ചേട്ടൻ. അയ്യോ എന്താ സാർ അവിടെ വലിയൊരു ബഹളം? ഞാൻ എന്റെ മോളെ ഒന്ന് തല്ലി. തനിക്ക് എന്ത് വേണം? അയ്യോ തല്ലണം, പിള്ളേരെ തല്ലി തന്നെ വളർത്തണം സാർ. ഞാനതല്ല, ഞാൻ അയൽപ്പക്കമായതുകൊണ്ട് ഒച്ച കേട്ടപ്പോ എന്താ. പോളിവിടുന്നു. സോറി സാർ. Once they lived two brothers, Qasim and Ali Baba, in a small town in Persia. Qasim married a rich girl. Chechi, Nondo Chechi. കൂടി പട്ടി തേണ്ടി ശോഭ. എന്താണ് അവിടെ? Once they lived two brothers, Qasim and Ali Baba, in a small town in Persia. പെട്ടിയുടെ വലത്തുവശത്ത് ചുമന്ന കരയുള്ള ഒരു മുണ്ടിരിപ്പില്ലേ? ചാകുമ്പം എന്നെ പുതപ്പിക്കാനാ. കാര്യം പടിപ്പരമാളിക എന്ന പേരൊക്കെ കാണും. സമയത്തൊരു വെള്ളമുണ്ടിന് അയൽപ്പക്കത്ത് തിരക്കാൻ പോകരുത്. പെട്ടിയുടെ വെള്ളമുറിക്കകത്ത് ഒരു പൊതിയിരിപ്പില്ലേ നോക്കി. 3000 രൂപയാ. പനച്ചിത്തറയിലെ കണ്ടം വിറ്റ വകയെ കിട്ടിയ കാശ. എന്റെ മരണം കഴിഞ്ഞ കാശിന്റെ ദാരിദ്ര്യം കൊണ്ട് ചടങ്ങ് മുടങ്ങരുതല്ലോ. ഗംഭീരമായി നടത്തണം. അതിന് മാറ്റി വെച്ചിരിക്കുന്നതാ. അവൾ അറിഞ്ഞാ ഇപ്പൊ അത്യാവശ്യമാകും. അതാ നിങ്ങളോട് മാത്രം പറഞ്ഞത്. ഇനി ഇതങ്ങ് വെച്ച് പെട്ടി അടച്ചേരെ. താക്കോൽ. അപ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. എന്റെ കടപ്പാട്ടൂരപ്പ. മിസസ് നായർ, ടുഡേ ഈസ് എ ലക്കി ഡേ. വല്ല മനസ്സിലായോ? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. മിസസ് നായർ, ആദ്യ വിളക്കൊന്ന് കൊടുത്തു.